പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ലാലൻ പൗലോസ് എന്ന് പറയുന്ന സഹോദരനാണ്. പ്രിയ സഹോദരനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ലാലൻ ബ്രദറെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എന്റെ പേര് ലാലൻ പൗലോസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മുക്കോട്ട ദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. കുടുംബത്തിൽ മാതാവും പിതാവും. ഓക്കെ. ലാലൻ ബ്രദറിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. കർത്താവ് സഹായിക്കട്ടെ. അരോമ ടി വി എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ അവസരം ലഭിച്ചു. അരോമ ടി വിയോടുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ബാല്യം മുതൽ എൻ്റെ കർത്താവ് നടത്തിയ വിധങ്ങളെ പറയുവാൻ വളരെ ആഗ്രഹത്തോടെയാണ് ഇന്ന് പലകാലം ഈ പ്രഭാതത്തിലായിരിക്കുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ജനനത്തിൽ ഞാനൊരു 2 കണ്ണുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. എന്നാൽ 2 വയസ്സ് എൻ്റെ കണ്ണ് വെള്ളം കുടിക്കുവാൻ ഉപയോഗിച്ച ഗ്ലാസ് കൊണ്ട് ഞാൻ വീണ് എൻ്റെ കണ്ണ് ആദ്യമായി ഒന്ന് നഷ്ടപ്പെടുവാനിടയായി. രണ്ടാമത് ഒരു കുറ്റി കൊണ്ട് വീണ്ടും ആയിടത്തെ കണ്ണ് എനിക്ക് നഷ്ടമാകാനിടയായി. എൻ്റെ ചെറുപ്പകാലം മുതൽ അവിടെ മുതൽ ഞാൻ വളരെ ഒരു ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പഠനത്തിൽ ഞാൻ 8ാം ക്ലാസ് വരെ ഞാൻ പഠിത്തത്തിൽ പോയി. എനിക്ക് കണ്ണിൻ്റെതായ പ്രയാസമുള്ളത് കൊണ്ട് പഠിക്കാനുള്ളതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ആ നിലവാരത്തിലായിരുന്നു. ഞങ്ങൾ 2 പേരാണ്, എൻ്റെ ജ്യേഷ്ഠനാളുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്നു. ഞങ്ങൾ CMS ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അല്ല, അവിടുന്ന് ജീവിതത്തിൽ ജോലി കാര്യങ്ങളിലൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യം 18ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായത്. എൻ്റെ ജീവിത അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനൊരു വളരെ ഒരു മദ്യപാനിയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളോ സമാധാനമോ ഒന്നും അറിയാതെ കുഞ്ഞിനെ മുതൽ ജീവിതത്തിൽ ഒരുപാട് ഭാരം ഞങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. എന്നാൽ കർത്താവിനെ അറിയുവാൻ എൻ്റെ മാതാവാണ് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാനിടയായത്. അങ്ങനെ അച്ഛൻ്റെ അനുവാദമില്ലാതെ ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പോകും. ഞങ്ങൾക്ക് വളരെ പീഡനം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അറിഞ്ഞ സമയം മുതൽ ഒരു പിതാവിൻ്റെ സ്നേഹം, സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹം എന്താണെന്ന് ആ പിതാവ് ഓരോ ദിവസവും ഞങ്ങളെ ബലപ്പെടുത്തി. എന്നെയും എൻ്റെ മാതാവിനെ, മാതാവാണ് ആദ്യ രക്ഷയിലേക്ക് വന്നത്, അതിനുശേഷമാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും ആ വിശ്വാസം നിലയിൽ മുമ്പോട്ട് ഞങ്ങളുടെ പിതാവ്, സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ കരം പിടിച്ചു. ഞങ്ങൾ ഓരോ മീറ്റിങ്ങിനും ഞങ്ങൾ പോയിട്ട് വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത, എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുവാനും. അങ്ങനെ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കുവാനോ ഒരു പാസ്റ്റർമാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ആവശ്യമാകുന്ന ദൈവങ്ങൾ സംസാരിക്കുവാനോ ഒന്നും എൻ്റെ പിതാവ് ഒരിക്കലും അനുവദിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഭക്ഷണങ്ങളെടുത്ത് പിതാവ് കളയും. അമ്മയുടെ വസ്ത്രങ്ങൾ മുഴുവൻ പലവട്ടം തീ ചുട്ട് കളഞ്ഞ ഒരവസ്ഥ. അപ്പോഴും എൻ്റെ മാതാവ് പിടിച്ച ആ രക്ഷയുടെ മുറുകെയോടപ്പെട്ടത് കർത്താവുമായിട്ടുള്ള ആ വാക്ക് പറഞ്ഞ ബന്ധം ഞാനും എൻ്റെ മാതാവും ഞങ്ങളത് മുറുകെ പിടിക്കുവാനിടയിൽ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കടന്നു വരിക. കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കടന്നു വരുവാനിടയായി. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കടന്നു വരുവാനിടയായി. എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ രക്ഷയുടെ ഭാഗത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും പിതാവ് ആ നിലവാരത്തിൽ തന്നെ അങ്ങനെ തുടരുകയാണ്. ഉദ്യോഗത്തിൽ നിന്ന് ഒരു മാറ്റമില്ല. ഭവനത്തിൽ ഒരു വീട്ടു പ്രാർത്ഥന വെച്ചാൽ അത് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന ദൈവമക്കളെയും ദൈവദാസന്മാരെയൊക്കെ ഒരുപാട് നിന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെയധികം ചോദിക്കാറുണ്ട്, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിച്ചുകൊണ്ട്. അനേകരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവിനെ അറിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്.
അപ്പോഴും ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് വരുന്ന ഈ കഷ്ടതയും ഞങ്ങളുടെ പ്രയാസങ്ങൾക്കും ഒക്കെ അപ്പൊ ഞങ്ങളോട് എന്താണ് കരുണ കാണിക്കാത്തത് എന്ന് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാം. അങ്ങനെ ഞങ്ങളുടെ ജീവിത ആ ചോദ്യത്തിന് നടുവിൽ ഞങ്ങൾക്ക് ദൈവം തുണയായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സഹോദരിമാരെ ലഭിക്കാനിടയിൽ, അവരും വിശ്വാസ നിലയിൽ നിൽക്കുന്ന 2 സഹോദരിമാരെ ലഭിച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെയും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുവാനിടയായി. ഭവനത്തിലിരുന്ന് ആ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം പറയുന്ന വാക്യങ്ങൾ വായിക്കണം, അപ്പം പറയുന്ന പാട്ടുകൾ വായിക്കണം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. അവിടെയൊക്കെ ദൈവം ഞങ്ങളെ ഓരോ ദിവസം പറയും, മകനെ നീ ഭാരപ്പെടണം എന്നുള്ള ആ ഒരു കാതിലേക്കുള്ള ആ ദൈവത്തിന്റെ ആ കരുതൽ, ആ വാക്കുകളാണ് ഞങ്ങളെ ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ കരുതി. അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ആര് ദൈവത്തെ അറിയുന്നു, അവർക്ക് അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു സമയത്തെ വെറുതെ, അത് നിശ്ചയമാണ്. കർത്താവ് ഒരു നാളും നമ്മളെ വിളിച്ച് നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഏത് പ്രതിസന്ധിയിലും നമുക്ക് സഹായിക്കുവാൻ നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നമ്മൾ അടിയുറച്ച് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ പടകിലുണ്ടെന്നുള്ളതായ ആ പൂർണ്ണമായ ഒരു ഉറപ്പ് നമ്മൾ പ്രാപിക്കുമ്പോഴാണ് കർത്താവിന് പ്രവർത്തിക്കാനുള്ളത്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ സ്വയം ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടും ഞങ്ങളുടെ പിതാവിനോട് എന്ത് ചെയ്യണം? ഞങ്ങൾ എതിരിടാറുണ്ട്. കാരണം നമ്മുടെ അറിവനുസരിച്ച് സംസാരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ചിന്ത, ഞങ്ങളെ ദൈവം മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സമയം വേർതിരിച്ചു കൊടുക്കും. വചനം പറയുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം? മൗനമായ രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നീ എന്ത് ചെയ്യണം? മൗനമായിരിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഏറിയ കാലം കൊണ്ട് ദൈവവചനം കേൾക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ സമയത്തെ വിട്ടുകൊടുക്കും. അന്ന് മുതൽ നമുക്ക് പ്രതികരണശേഷി നമ്മളിൽ നിന്ന് ഞങ്ങൾ മാറ്റിവെച്ചു. ഏത് വിഷയം വന്നാലും കർത്താവ് ദൈവം ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ സമയം മുതൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. എൻ്റെ ജീവിത അനുഭവത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് തൽക്കാലം ആരോമ ടീമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പലരെയും നമ്മളെ സ്നേഹിക്കും. നമ്മുടെ സഹോദരന്മാരാകട്ടെ, നമ്മുടെ സഹോദരിമാരാകട്ടെ, നമ്മുടെ ഹിന്ദുമിത്രാദിക്കാട്ടെ, നമ്മുടെ ചാർച്ചക്കാരാകട്ടെ, നമ്മുടെ ദേശനിവാസികളാകട്ടെ, അവർക്കൊക്കെ നമ്മൾക്കൊരു പരിമിതിയുണ്ട്. നമ്മെ സഹായിക്കുമോ, നമ്മളെ പരിമിതിക്കുള്ളിൽ നയിക്കും. എന്നാൽ ആ പരിമിതി കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ കർത്താവിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി ആ ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? നാം അറിയാം, നമുക്ക് ഏത് വിഷയത്തിനാണോ നമ്മൾ ഭാരപ്പെടും, ആ വിഷയത്തിന്മേൽ ദൈവം മറുപടി തരും. അതൊരു പക്ഷെങ്കിൽ നമുക്കറിയാം. അപ്പം ചോദിക്കും, എങ്ങനെയാണ് ആ വ്യക്തി നമ്മളെ സഹായിക്കുന്നത്? നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഭാരപ്പെടും, അല്ലെങ്കിൽ ഒരാവശ്യങ്ങൾ നമ്മളൊരു എന്തെങ്കിലും ഒരു നമ്മുടെ ഭാരമായിട്ട് നമ്മുടെ ഭാരങ്ങൾക്ക് നമ്മൾ ഇരിക്കും, നമുക്ക് ഒരു വാക്ക് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും. ഒരു പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല, നമ്മൾ ദൈവം നമ്മൾ നേരിട്ട് ഇടപെടും. ദൈവം ഒരു വ്യക്തി അതിനുവേണ്ടി ഉപയോഗിക്കും. നമുക്ക് നമ്മുടെ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? ദൈവം അവിടെ കാണും. ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ ആ സാമ്പത്തിക കാര്യങ്ങളെ ദൈവം ഒരു പക്ഷെ ചോദിക്കാറുണ്ട്, മനുഷ്യൻ ചോദിക്കാറുണ്ട്, ദൈവം നേരിട്ട് നമ്മൾ കരുതരും. ഇല്ല, ദൈവം നമുക്ക് ആ സമയത്ത് ദൈവം നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരും, മോനെ നീ ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ദൈവം ഒരാളെ നമുക്ക് വേണ്ടി ഒരുക്കും. അതാണ് ദൈവം ഒരുക്കുന്ന വഴി. മനുഷ്യന്റെ ചിന്തകളെക്കാട്ടും അപ്പുറമാണ് ദൈവത്തിന്റെ ചിന്തകൾ. അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴി. എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയിട്ടുള്ളതായ കാര്യം, എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ച് എനിക്ക് 1 വർഷത്തോളം കുട്ടികളില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു മോള് ജനിച്ചത്. ആ മോളുടെ ജനനം മുതൽ ഞാൻ എനിക്ക് രണ്ടാമത് ഒരു മോൻ ജനിച്ചു. അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളായിരുന്നു. അവർക്ക് എൻ്റെ മോന് ഒരു 2 വയസ്സായപ്പോൾ അവന് ന്യൂമോണിയ ബാധിപ്പാനിടയായി. ആ ന്യൂമോണിയ ബാധിച്ച് നിൽക്കുന്ന സമയത്ത് അവനെ 9 ഇഞ്ചക്ഷനോളം ഡോക്ടർമാർ പറഞ്ഞു 9 ഇഞ്ചക്ഷൻ എടുക്കണം. അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, യാതൊരു വിധത്തിലും മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ESI കൊണ്ടുപോകും എന്ന്. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ആശുപത്രിയിലെത്തുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. 9ാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. ഇനി കുഞ്ഞിനെ ESIയിലേക്ക് കൊണ്ടുപോകണം. ESIയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു രോഗി കൊണ്ട് അകത്ത് നിൽക്കാൻ പറ്റൂ.
ആ കുഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ആശുപത്രി വെളിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ പോകാനോ ആശുപത്രിയെ പറ്റി ഒന്നും നമുക്കറിയില്ല. അപ്പൊ ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ദൈവമാണ് എനിക്ക് 2 മക്കളെ ദൈവം നൽകി. ഡോക്ടർമാര് അവരുടേതായ ബുദ്ധിയിൽ പറയും, കർത്താവ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് വരെ കേൾക്കാനിടയായി, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്റെയോ എന്റെ വൈഫിന്റെയോ കർത്താവെ, ദൈവത്തിന് ഞങ്ങൾക്ക് തരുവാനുള്ള വിടുതൽ, എന്റെ കുഞ്ഞിന് തരുവാനുള്ള വിടുതൽ ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ ഞങ്ങളുടെ ചിന്ത കൊണ്ടോ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ എവിടെയെങ്കിലും കർത്താവെ, ദൈവമായി ഞങ്ങൾക്ക് ഒരു വിടുതലിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ രണ്ടുപേരും കരം പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. എന്നെ ശ്രമിക്കുന്നവരോട് ഞാൻ പറയുന്നു, അന്ന് രാത്രി എന്റെ കുഞ്ഞ് അവൻ എഴുന്നേച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചു, ഒരു ബന്നിന്റെ അരമുറി കഴിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവത്തിൽ സാക്ഷി. ദൈവം അവിടെ അത്ഭുതകരമായ, അല്ലെ എന്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളോട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനാണ്. ദൈവം അന്ന് അർദ്ധരാത്രി 9 മണിയായപ്പോൾ എന്റെ കുഞ്ഞിനും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആ സമയം മുതൽ ഞങ്ങൾ ഏതൊരു കാര്യമുണ്ടെങ്കിൽ ഞാനും എന്റെ ഭാര്യയും ദൈവവുമായി ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഭാരങ്ങൾ വരുമ്പോൾ. ഇന്ന് വരെ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരു രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ രോഗങ്ങൾ ഉണ്ടാകാൻ ഞങ്ങൾ വളരെയധികം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ കടന്നു വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കരം കോർത്ത് പിടിച്ച് എൻ്റെ അപ്പനോട് പറയും, അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം മനുഷ്യരിൽ നമ്മൾ ഡോക്ടർമാരിൽ ആശ്രമിക്കുമ്പോൾ, അല്ലെ ലോക മനുഷ്യരിൽ ആശ്രമിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുവാൻ. എന്നാൽ അവർക്കൊക്കെ പറഞ്ഞു തരുന്നത് അവർ ഈ ലോകത്തിലെ ബുദ്ധി കൊണ്ട്, ഈ ലോകത്തിലെ സാഹചര്യം കൊണ്ട് അവർ നമുക്ക് തരുന്നതാണ്. എന്നാൽ ഈ ലോകത്തെ അടിസ്ഥാനം സർവ്വതും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ നമ്മുടെ ദൈവം, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കും. ആ വിശ്വാസമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, കർത്താവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ചിന്തകളെക്കാട്ടിലും അപ്പുറം ദൈവത്തെ നമ്മൾ നന്നായി അറിഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ, കർത്താവാണ് നമ്മുടെ സർവ്വകാര്യത്തിനൂടെ. ഏത് വിഷയം വന്നാലും ദൈവം നമ്മെ എന്ത് ചെയ്യും, സഹായിക്കും. ഒരു നാൾ കൈവിടത്തരും. നമുക്ക് ഏതൊരു ഭാരമായിട്ട് വരട്ടെ, ആ ഭാരങ്ങൾക്ക് എന്താണ് അപ്പൊ ഞാൻ ചോദിക്കുക, എന്താണ് സഹോദര ഇങ്ങനെ ഭാരം എന്ന് പറയുന്നത്? നമ്മൾ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് കുടുംബജീവിതമാകട്ടെ, കുടുംബജീവിതത്തിൽ ആ ഭാരങ്ങൾ, എന്താണ് ഭാരം? സാമ്പത്തികപരമായ ഭാരം വരും. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരം വരാം. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഭവനം വേണം, വാഹനം വേണം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വേണം, അവിടെ വിദ്യാഭ്യാസമുള്ള പണം വേണം. ഇതൊക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായ വിവിധ തലത്തിൽ നമ്മെ ഭാരപ്പെടുത്തും. കർത്താവ് പറയും, ഞാൻ നിന്റെ ഭാരത്തെ എന്ത് ചെയ്യും, എന്റെ ചുമലുമേൽ വെച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ചുമക്കേണ്ട ഭാരം നമ്മുടെ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഓരോ ഭാരങ്ങൾക്കും ദൈവം നമുക്ക് ആശ്വാസം തരും. അതിനുശേഷം എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും പഠിപ്പാനിടയായി അവർ വളർന്നു വന്നു. എന്റെ കുഞ്ഞ് ജോലിക്ക് കടന്നു. അവള് ആയുർവേദ നഴ്സ് പഠിച്ച് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. അവൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് രോഗം പിടിക്കപ്പെടുവാനിടയായി. കൗണ്ട് കുറയുമായിരുന്നു. അങ്ങനെ കൗണ്ട് കുറഞ്ഞ് ഓരോ ദിവസം അവിടെ കൗണ്ട് കുറഞ്ഞു വരിക. അപ്പം അവിടെ ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. കുഞ്ഞ് വളരെ ക്ഷീണാവസ്ഥയിലായി. ഡോക്ടർ വിളിച്ച് പറഞ്ഞു, മോളെ വന്ന് കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ എന്റെ ജ്യേഷ്ഠത്തിലെ മോന് ബാംഗ്ലൂരിൽ ചെന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവിടെ തന്നെ ഇറങ്ങി. മോക്ക് അതിശക്തമായ ഛർദിയാണ്. ഒരു വിധത്തിൽ ഒരു വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അവൾ ഛർദിയോട് ഛർദി. ഓരോ ദിവസം കവിടുന്ന് താണ് വരിക. 8 ദിവസത്തോളം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. ആ കിടക്കുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞു തന്നു, ഓരോ ഫ്രൂട്ട്സുകൾ കഴിച്ചാൽ മതി. ആ കഴിക്കുമ്പോൾ അതെന്ത് ചെയ്യും, കുഞ്ഞിനെ കൗണ്ട് കയറി വരും. അങ്ങനെ ആശുപത്രി ഞങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ കൊണ്ടുതരുവാനായി. ആ കൊണ്ടുതരുന്ന ആ പഴവർക്കം എന്റെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ കൗണ്ട് നില താഴോട്ട് പോകുകയല്ലാതെ ഒരു കൗണ്ട് മുകളിലേക്ക് വരുന്നില്ല. അടുത്ത് ബെഡിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ഈ ഫ്രൂട്ട്സ് ഞങ്ങൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അവർ ആ കഴിക്കും, അതിന്റെ പിറ്റേ ദിവസം അവർ ഡിസ്ചാർജ് ആയി പോകും. അങ്ങനെ 8 ദിവസം ഞങ്ങൾ ആശുപത്രിയുടെ വരാന്തയിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമായി ഞങ്ങൾ കിടക്കുവാനിടയിൽ. അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അനേക അഭിഷുദ്ധന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു റിസൾട്ട് കാണുവാൻ കഴിഞ്ഞില്ല. 8ാമത്തെ ദിവസം വൈകിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞു, കുഞ്ഞിന് 15,000 കൗണ്ട് നിലനിൽക്കും, ബ്ലഡ് കയറ്റം, അത് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെയ്യും. ഞാൻ വളരെ ഭാരപ്പെട്ടു. കർത്താവെ, ഞങ്ങൾ കൊടുത്ത് ഈ ഫ്രൂട്ട്സ് കഴിച്ച് അനേക സൗഖ്യമായി കടന്നു. എൻ്റെ കുഞ്ഞിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല. പ്രഭാതത്തിൽ 8ാമത്തെ ദിവസം രാവിലെ 4 മണിയായപ്പം ആ ബ്ലഡ് എടുത്ത് ആ ഡോക്ടർമാരുടെ തരുവാനടി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബ്ലഡ് ഞങ്ങളെ രണ്ടുപേരെയും കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ബ്ലഡ് കൊണ്ട്
പരിശോധനയ്ക്കായി കൊടുക്കുന്നു. ദൈവം അത്ഭുതകരമായി 10 മണിയായപ്പം അതിന്റെ റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി ബ്ലഡ് ബാങ്കിൽ നിൽക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ 15,000 എന്നുള്ളത് 20,000. ദൈവം അതിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തി. ദൈവം പറഞ്ഞു, ഞാൻ വിളിച്ച ദൈവമാണ്, ഞാൻ നിന്നെ വിളിച്ച ദൈവമാണ്, വിശ്വസ്തനാണ്. നീ എന്റെ മുമ്പിൽ എത്രത്തോളം വിശ്വസ്തനായി നിൽക്കും. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തനായി നിൽക്കും. ഓരോ മിനിറ്റും നാം ദൈവമായി ചോദ്യം, കർത്താവ്, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഊന്നതയുണ്ട്, എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, എന്തെങ്കിലും ഒരു കുറവുണ്ടോ? നമ്മൾ ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് തരുന്നു ആയുസ്സിന് ദീർഘം എത്രയുള്ള നമ്മുടെ അപ്പന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം നാം ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മുടെ കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ കടന്നു വരും. അതും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ സ്വന്തം ചിന്തയിലേക്ക് പോകുമ്പോഴാണ് ദൈവസ്നേഹത്തിന് ദൈവം നമ്മളോട് കരുതുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, അവിടെ 8 ദിവസം നാം ആശുപത്രി ആ 8 ദിവസം ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും മറ്റുള്ളവരുടെ ചിന്തകളാണ്. ദൈവത്തിന് വേണ്ടി നാം ചിന്തകളെ വിട്ടുകൊടുക്കും, നാം ദൈവത്തിന് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കും. ദൈവം ചെയ്യേണ്ട കാര്യം അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ദൈവത്തിന് ചെയ്യാനുള്ള കാര്യത്തിന് നാം ദൈവത്തിന് വിട്ടുകൊടുക്കും. മനുഷ്യൻ ചെയ്യേണ്ട, മനുഷ്യനായ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ആ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കുപോക്ക് വരും. ആ നീക്കുപോക്ക് വരുത്തുന്നത് നാം സ്വയം ഹൃദയം കൊണ്ട് വിശ്വസിക്കും. വേറൊരു വ്യക്തി പറഞ്ഞല്ല, നാം വിശ്വസിക്കണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കും. അത് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ശക്തമായി ഉലയുവാനിടയായി. എന്നാൽ അവരുടെ സ്വന്തം ബുദ്ധിയിൽ എന്ത് ചെയ്തു? അവർ ആ പടകിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ആ നിയന്ത്രിക്കാൻ തുടങ്ങിയ പടക് അവിടെ നിയന്ത്രണത്തിൽ നിന്നില്ല. കാരണം അവർ വളരെ വർഷം, അവർക്ക് തഴക്കവും പഴക്കമുണ്ട്. കടൽ അവർക്കറിയാം, അവർക്ക് ഓളങ്ങൾക്കനുസരിച്ച് അത് തുഴയെറിയാൻ അറിയാം. അങ്ങനെ അവർ വളരെ ചിന്താകുലരായവരും അവർ ബുദ്ധിയുള്ളവരും സാമർഥ്യമുള്ളവരും എന്ന് സ്വയം അവർ മനസ്സിലാക്കിയത് കൊണ്ട് യേശു പടകിലുണ്ടായിട്ടും അവർ യേശുവിനെ എന്ത് ചെയ്തു? അവർ ഉണർത്തിയില്ല. കാരണം അവരുടെ ചിന്ത, ഞങ്ങൾക്കറിയാമല്ലോ യേശു പടകിൽ കയറി എങ്കിൽ ഈ കടലിനെയും ഈ കരയെ നിർമ്മിച്ചവനാണെന്നുള്ള ഒരു ബോധ്യം അവർ കടന്നു വന്നില്ല. ആ കടന്നു വരാതെ അവർ ചിന്തിച്ചു, അവർ വളർന്നു വന്ന പശ്ചാത്തലം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ പടക്, അവരുടെ തുഴ, അവരുടെ കടൽ, അവർ നിരന്തരം പോകുന്ന അങ്ങനെ ആയപ്പോൾ യേശുവിനെ ലാസ്റ്റാണ് അവർ മനസ്സിലാക്കിയത്. യേശുവാണ് ഇതിന് അടിസ്ഥാനം വിട്ടത്. കടലിനെ നിർമ്മിച്ചവൻ യേശുവാണ്, കരയെ നിർമ്മിച്ചവൻ യേശുവാണ്, ഇതിന്റെ ഈ നമ്മളെ നിർമ്മിച്ച ദൈവമാണ് എന്ന് ആ യേശുവിന്റെ സാന്നിധ്യം അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് യേശുവിനെ വിളിക്കുന്നത്, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഖേദമില്ല. അപ്പോൾ യേശു എന്ത് ചെയ്തു? കടലിന് അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം നാം വിട്ടുകൊടുക്കും, അധികം പ്രവർത്തിക്കും. അങ്ങനെ എന്റെ കുഞ്ഞിന് ആ കവണ്ട് നില 20,000 അതിന് രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ 30,000. അന്ന് രാത്രി 1,20,000 ഞാനും എന്റെ കുഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വരടി. ആ വിശ്വാസത്തിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു വാഹനം ലഭിച്ചു. ആ വാഹനം ലഭിച്ച സമയത്ത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, സർക്കാരിൽ നമ്മുടെ നിയമം അനുസരിച്ച് എനിക്ക് ലൈസൻസ് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് കൊണ്ട് മെഡിക്കൽ കിട്ടാൻ ചാൻസ്. അങ്ങനെ ഞാൻ ഒരുപാട് വെഹിക്കിളുമാരുമായി അതിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാനിടയായി. അവിടെ അവർ വെച്ച കണ്ടീഷൻ ഇതാണ്: ഒരു കണ്ണുള്ള വ്യക്തിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, മെഡിക്കലിൽ ലഭിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ കർത്താവിനോട് ചോദിക്കും, ഞാൻ ഒന്നുമില്ലായ്മയിൽ മുക്കുട്ടതറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിക്കുന്നിടത്ത് എന്റെ ചർച്ചിൽ വരണമെങ്കിൽ 7 കിലോമീറ്ററോളം കടന്നു വരും. അവിടേക്ക് പോകാൻ ആദ്യം ഒരു ചെറിയ വാഹനം എടുത്തു. ഒരു ബൈക്കാണ് ആദ്യം എനിക്ക് ലഭിക്കുന്നത്. അവിടുന്ന് ഈ ബൈക്കുമായി വരും എന്നെ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എനിക്ക് ലൈസൻസ് ഇല്ല, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, കർത്താവ്, നീ എന്നെ 2 കണ്ണുള്ളവനായിട്ടാണ് എന്നെ ഭൂമിയിലേക്ക് വിട്ടത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ 2 കണ്ണുള്ളവനായി യാതൊരു ഉന്നതയില്ലാതെ ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. എന്നാൽ 2 ഘട്ടങ്ങളായിട്ട് 2 വയസ്സിലും 5 വയസ്സിലുമായിട്ട് എന്റെ ഇടത്തെ കണ്ണ് എനിക്ക് നഷ്ടം. അത് ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ ഈ നിയമ നടപടിക്ക് മുമ്പ് കർത്താവ് ഞാൻ ഇറങ്ങിപ്പോകും. ഈ നിയമപാലകർ എന്ത് ചെയ്യും? എന്നോട് കരുണ കാണിക്കും. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. അല്ലെങ്കിൽ വലിയ ഫൈനുകളാണ് വരുന്നത്. ഈ 10 വർഷമായി ഞാൻ വാഹനം ഓടിക്കുന്നു. ഇന്ന് വരെയും എന്നെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എന്റെ കർത്താവ് നടത്തി.
ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കൈ കാണിച്ച് എന്നെ പലപ്പോഴും അവരെന്നെ പിടിച്ചിട്ടു. ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ സാഹചര്യത്തിന്റെ രണ്ട് കാര്യം പറയുമ്പോൾ അവരെന്നോട് പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ വിശ്വസിക്കുന്നു, ദൈവം അറിയാതെ, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നു. അങ്ങനെ നാം ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. അങ്ങനെ എൻ്റെ വിശ്വാസ നിലയിൽ ഓരോ ദിവസവും ദൈവം നമ്മൾ അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം വായിക്കുന്നു, 91 സംഘടന വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നു. അവ യഹോവ എന്ത് ചെയ്യും? നമ്മുടെ കോട്ടയം സങ്കേതം. ദൈവത്തിന്റെ അത്യുന്നതന്റെ മറവിലാണെന്നുള്ളതായി ബോധ്യം നമ്മെ ഭരിക്കും. ആ ഭരിക്കുമ്പോഴാണ് ദൈവം നമ്മെ എന്ത് ചെയ്യുക? ഓരോ ദിവസവും നിരന്തരം വഴി നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വിശ്വാസ നിലയിൽ ഇത്രത്തോളം ഉറച്ചു നിന്ന് എൻ്റെ പിതാവ് വീണ്ടും ആ മദ്യപാനത്തിന്റെ ആ ശക്തിയിലേക്ക് കടന്നു വന്നു. അതിലൊരു മാറ്റം വരുന്നില്ല. അപ്പം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥന വയ്ക്കുന്ന വിഷയമില്ല, ആരാധനയ്ക്ക് ഞങ്ങൾ പോകുന്നതിൽ വിഷയമില്ല. അപ്പോഴും പിതാവിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. ഞങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിക്കാനോ ആ ദൈവസ്നേഹം എന്താണെന്ന് അറിയാനോ ഞങ്ങളുടെ പിതാവ് തയ്യാറായി. അങ്ങനെ ഞങ്ങൾ ദീർഘകാലം പറഞ്ഞു. ഞാൻ ഒരു ഈ സഭയിൽ അംഗമായി കുറെ വർഷം ഞാൻ ഒരു നീണ്ട 12 വർഷത്തോളം സഭയുടെ ഒരു സെക്രട്ടറി ആയിട്ട്. അപ്പൊ ആ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ചോദിക്കുന്ന അനേക ചോദ്യ വിഷയങ്ങളുണ്ട്. എന്റെ പിതാവ് ദൈവസേനയിൽ കടന്നു വരുന്നില്ല, എന്റെ പിതാവ് ഒരു നിത്യം മദ്യപാനിയാകും. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് ഞാനും എന്റെ കുടുംബം ഞങ്ങൾ ഇറങ്ങിപ്പോകും. ഒരു വിരൽ ചോദ്യമായി എന്റെ പിതാവ് നിൽക്കുക. എന്റെ പിതാവിന് ഒരു മാറ്റം ഉണ്ടാവും, ഒരു മനസ്സാന്തരം ഉണ്ടാവും. അതിനെന്താണ് കർത്താവ്? ഞങ്ങളാൽ ഒന്നും കഴിയും. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ദേവദാസന്മാരെ ഉപദേശിക്കാറുണ്ട്, അതിലൊന്നും അതിന്റെ പിതാവ് അംഗീകരിക്കുന്ന ഒരു പ്രവണതയില്ലായിരുന്നു. അങ്ങനെ 2018 ഒരു വലിയ ജലപ്രളയം ഉണ്ടായ സമയത്ത് എൻ്റെ അച്ഛന് കൃഷികളുണ്ട്. അച്ഛൻ്റെ വലിയൊരു കൃഷിക്കാരനാണ്. ആ കൃഷി ചെയ്ത സമയത്ത് ആറ്റനമ്പിക്കലാണ് ആ കൃഷികൾ മുഴുവൻ ആ വെള്ളത്തിൽ അത് നഷ്ടമായി പോകാനിടയിൽ. അച്ഛൻ ആ വിഷമത്തിൽ അച്ഛൻ എന്ത് ചെയ്തു? ഒരു ബോട്ടിൽ ബ്രാൻഡി വാങ്ങിച്ച് സ്വയം അത് കഴിപ്പാനിടയായി. അത് കഴിച്ചതിന്റെ ഫലമായി അച്ഛന് പ്രഷർ കൂടി, അച്ഛൻ്റെ ഒരു സൈഡ് ബ്ലോക്ക് ഉണ്ടായി, ഒരു സൈഡ് തളർന്നു പോകാനിടയിൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു, മെഡിക്കൽ കോളേജിൽ കടന്നു ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു ഒരു സൈഡ് അച്ഛൻ ബ്ലോക്ക് ആയി പോയി, തളർന്നു പോയി എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഭാരം തോന്നി. കാരണം ഓടി നടന്ന ഒരു പിതാവ്, പെട്ടെന്ന് ഒരു പ്രയാസമുണ്ട്. നാം മനുഷ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ പിതാവിന് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛനുമായി 5 ദിവസം ആശുപത്രിയിൽ അവിടെ കിടന്നു, ഭവനത്തിൽ കടന്നു വന്നു. അപ്പം അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്നെ നിന്ദിതനാക്കി മാറ്റാൻ ദേശം നിൽക്കും. മറ്റുള്ളവർ നിന്റെ നേരെ വിരച്ചുകൊണ്ടും നിനക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു വ്യക്തിയെ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ടല്ല, ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം എന്താണെന്ന് അറിയും. ഈ ലോകത്തിലെ ആ മ്ലേച്ഛത നിറഞ്ഞ അല്ലെങ്കിൽ ആ പാപത്തിന്റെ വഴി വിട്ടുമാറും ഒരുവനെ നല്ല രീതിയിൽ എങ്ങനെ ആക്കുമെന്ന് ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എൻ്റെ പിതാവിന് ഒരു സ്ട്രോക്ക് കൊടുത്തു. ആ പിതാവ് ആ മദ്യപാനത്തിൽ നിന്ന് മുക്തനായി മാറുവാനിടയായി, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മാറുവാനിടയായി. അന്നു മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ പിതാവ് പറയാനിടയായി. അങ്ങനെ പിതാവ് ഇപ്പോഴും എൻ്റെ ഭവനത്തിലുള്ള ചില സന്ദർഭം, കഴിഞ്ഞ 2 പ്രാവശ്യം വീണ്ടും ആ സ്ട്രോക്ക് ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഒരു അറ്റാക്ക് ഉണ്ടായി, മേജർ അറ്റാക്ക് ആയിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ പിതാവ് ഞങ്ങൾക്ക് ജന്മം നൽകിയ 2 മക്കളായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെ കാണുവാനിടയായി. അവരെയൊക്കെ കണ്ടു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഒന്ന് തിരിച്ചറിയുവാൻ ഒരു ആയുസ്സിന് നീട്ടിത്തരണം. പിതാവ് ജീവിച്ച കാലഘട്ടങ്ങളിൽ പിതാവ് ലോകത്തിന് വേണ്ടി ജീവിച്ചു, ലോകപരമായി ജീവിച്ചു. നല്ല ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് ലോകത്തിന് വേണ്ടി നിന്നു. കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല, കർത്താവിന് സ്നേഹം അറിയാൻ കഴിഞ്ഞില്ല, സ്നേഹിക്കുവാൻ അനേക ദൈവദാസന്മാരുണ്ട്, അവരോട് സംസാരിക്കാൻ അറിയത്തില്ല, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം ഇതിനൊക്കെ ദൈവം ഒരു അവസരം കൊടുക്കും. അസുഖത്താൽ ദൈവം പിടിക്കപ്പെട്ടെങ്കിൽ ഒരിന്ന് ചിന്തിപ്പാൻ, എൻ്റെ കർത്താവ്, ഞാൻ ഇത് എൻ്റെ ബാല്യകാലം അല്ലെ എൻ്റെ യൗവനകാലം എൻ്റെ മക്കളുമായി, ദൈവദാസന്മാരുമായി, ദൈവമക്കളുമായി ദൈവത്തെ അറിയുവാൻ എനിക്ക് ആ സന്ദർഭം എനിക്ക് നഷ്ടമായല്ലോ എന്ന് ചിന്തിക്കുവാൻ ഒരു അവസരം എൻ്റെ പിതാവിന് കൊടുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ട്. അത് ഇപ്പോൾ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അനേക ദൈവദാസന്മാരെ അപ്പം തന്നെ ഒരു വയ്യാഴി വരുമ്പോൾ പറയും, മോനെ ഇന്ന ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കും. കാരണം നേരത്തെ പറയും പാഷന്മാർ അവരെന്ത് ചെയ്യും? ലോകത്തിലേക്ക് അവര് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി, അവർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് വളരെ ചീത്ത പറയുന്ന എൻ്റെ പിതാവ് ഇപ്പോൾ
എന്ത് ചെയ്യാം, ഒരു ദൈവദാസന് വേണം, ഒരു ദൈവദാസൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, എന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മരുന്നല്ല എന്റെ അപ്പൻ ഇപ്പൊ ആവശ്യപ്പെടുന്നു. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ച അത് സൗഖ്യം തരുമെന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദൈവം സൗഖ്യം തരുമെന്ന് എന്റെ കർത്താവ് എന്റെ പിതാവിന് ബോധ്യം. ഇപ്പൊ എന്റെ പിതാവ് ചിന്തിക്കുന്നു, അയ്യോ എനിക്ക് നഷ്ടമായി പോയല്ലോ, എന്റെ ജീവിതം നഷ്ടമായി പോയി. നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ലോകത്തിൻ്റെതായ വഴിയിൽ കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ അറിഞ്ഞിട്ടോ അല്ലെ അറിയാതെയോ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഒരിക്കൽ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരും. ആ അവസരം ഏത് നിലയിലാണോ തരുന്നത്? എന്റെ പിതാവിന് ഇപ്പൊ സ്വയമായി ഒരു ജോലി ചെയ്യാൻ കഴിയത്തില്ല. സ്വന്തമായി അപ്പന്റെ പ്രാഥമിക കാര്യങ്ങൾ മാത്രം ചെയ്യാനേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് വരാതെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കും. നമ്മുടെ നല്ല പ്രായത്തിൽ നാം ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ നല്ല ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമ്മുടെ മാതാപിതാക്കളുമായി ജീവിക്കുമ്പോൾ തന്നെ കർത്താവിനെ എന്ത് ചെയ്യും? സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ പണമോ നമ്മുടെ ധനമോ നമ്മുടെ വീടോ ഒന്നുമല്ല, അതിലുപരി ദൈവത്തിന്റെ കരുതൽ നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ വലിയ സമ്പന്നാണ് നാം. ഒന്നും നമുക്ക് നമുക്ക് നാളത്തേക്ക് ഒന്നും ഓർത്ത് ഭാരപ്പെടും. ദൈവം നാളെ ഒരു പകൽ നമുക്ക് തന്നു. ലാലൻ പൗലോസ് എന്ന എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച പകൽ ഞാൻ എങ്ങനെ ജീവിക്കാം, ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകാം എന്ന് നമ്മുടെ അപ്പൻ അറിയും. ആ നമ്മുടെ അപ്പനോട് നമുക്ക് ചോദിപ്പാൻ നമ്മുടെ അപ്പൻ നമുക്ക് സാഹചര്യം ഒരുക്കി തരണമെന്ന് നമ്മുടെ അപ്പനുമായി ഒരു ബന്ധമുണ്ടായിരിക്കും. നമ്മുടെ അപ്പൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പോൾ എന്റെ പിതാവ് ചിന്തിക്കുന്നു, ഞാൻ പറഞ്ഞ പിതാവ് ഇപ്പം വളരെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഞാൻ നഷ്ടമായി പോയല്ലോ. അങ്ങനെ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഈ ജീവിതത്തിന്റെ സാഹചര്യത്തിലേക്ക് ദൈവം തൊട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വയമായി ജീവിക്കുവാനും ആരാധിക്കാൻ കടന്നു പോകുവാനും അനേക വചനം കേൾക്കുവാൻ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ അലക്ഷ്യമായി ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ പിതാവിനുണ്ടായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സ്വന്തം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ എന്ത് ചെയ്യും? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 7 മാസമായ ന്യൂമോണിയ പെട്ടെന്ന് ബാധിച്ച് എന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന പോലെയല്ല. മനുഷ്യൻ എന്റെ ജ്യേഷ്ഠനും എന്റെ പിതാവിന്റെ ഒരു യാത്ര പിന്തുടർന്നതാണ്. അപ്പൊ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ 2 മക്കളുണ്ട്, 2 ആൺമക്കളുണ്ട്. എന്റെ ജ്യേഷ്ഠനെ ഞാൻ ഒരുപാട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠ ഞാനും ഇങ്ങനെ നിൽക്കും, ഒരു സഭയുടെ ഒരു സെക്രട്ടറി ആയിട്ട് നിൽക്കും, നീ പിന്നെ ഇങ്ങനെ സഹോദരൻ ഇങ്ങനെ ആയാൽ ആ സഹോദരൻ എന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഒരുപാട് പേര് എന്റെ സഹോദരന്റെ പേര് പറഞ്ഞ് പറയണം. അപ്പോഴൊന്നും ആ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ എന്റെ സഹോദരൻ കഴിഞ്ഞു. എന്നാൽ 51 വയസ്സ് 52 വയസ്സിലേക്ക് പെട്ടെന്ന് രോഗം പിടിക്കപ്പെട്ടു. എന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദൈവം തരുന്ന സമയം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരങ്ങൾ കടന്നു വരും. ആ ഭാരം കടന്നു വരുമ്പോൾ ആ ഭാരം വരുന്നതിന് മുമ്പ് ദൈവം അപ്പൊ ചോദിക്കും, ദൈവത്തെ അറിയുന്നവർക്ക് ഭാരമില്ല, രോഗമില്ല, ദുഃഖമില്ല എന്ന് ചോദിക്കും. എന്നാൽ ദൈവം അതിനൊക്കെ പോംവഴി കണ്ടിട്ടേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു. പ്രകൃതിക്ക് മാറ്റം വരും. ഇപ്പൊ ചോദിക്കുന്നത്, ദൈവമക്കൾ താമസിക്കുന്ന ദേശത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നില്ല. ദൈവത്തിന് പദ്ധതി ഉണ്ട്. ദൈവത്തിന്റെ പദ്ധതി നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല. കാരണം ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രപഞ്ചത്തെയും അതിന്റെ സൃഷ്ടികളെയും അതിന്റെ നിറവിൽ ചെയ്യുക. നാം ചോദിക്കും, അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല സൂര്യൻ ഉദിക്കുന്നു, സന്ധ്യയാകുന്നു നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അത് ദൈവത്തിന്റെ കൺട്രോളിൽ ദൈവം പറഞ്ഞതനുസരിച്ച് സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പക്ഷികൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കും. പക്ഷെ മനുഷ്യനാണ് നാം എന്ത് ചെയ്യുക? നമ്മുടെ ക്ഷീണം കൊണ്ട് നമ്മുടെ ഭാരം കൊണ്ട് നമ്മുടെ ഒക്കെ ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുവാനോ ദൈവത്തിന് വേണ്ടി സമയത്തെ നമ്മൾ വേർതിരിക്കാറില്ല. അപ്പം പ്രപഞ്ചത്തെ ഏതൊക്കെ തലത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, ആ പ്രപഞ്ചങ്ങളും പ്രപഞ്ച ശക്തികളും അതിന്റെ നിലവാരത്തിൽ ചെയ്യുക. കടൽ അതിന്റെ പരിമിതിക്കുള്ളിൽ കർത്താവ് പറഞ്ഞു, കടലിനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കുക, എന്ത് ചെയ്യുക? ഭൂമിയെ മൂടാതിരിക്കുക, ഒരു മണൽ തരികൾ കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ അതിരിട്ടിരിക്കുക. നമ്മൾ കടലിന്റെ അരികിൽ പോയി നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇപ്പോൾ കടലിന്റെ അരികിൽ മുഴുവൻ വലിയ വലിയ കല്ലുകൾ, വലിയ കോൺക്രീറ്റ് കല്ലുകളും കൊണ്ടിട്ട് എന്ത് ചെയ്യുക? ആ കടലിനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യനോട് പറയാം, മൂടാ നീ ചിന്തിക്കണം. മനുഷ്യന്റെ മനസ്സ് നാം ദൈവത്തിനേക്കാൾ അപ്പം ദൈവം ഇട്ടേക്കുന്ന വെറും പൂഴിമല കയ്യിലെടുത്ത് ഊതിയാൽ പറന്നു പോകുന്ന ആ മണത്തരി കൊണ്ടാണ് ആ കടലിനെ അതിരിട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വലിയ കല്ലുകളും കാര്യങ്ങളും കൊണ്ടിട്ട്
ദൈവം പറഞ്ഞിട്ടുണ്ട് അതിനെ അവിടെ നിൽക്കാൻ പറഞ്ഞു, അതവിടെ നിൽക്കും. കാറ്റിനോട് അടിക്കാൻ പറഞ്ഞാൽ കാറ്റടി, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും, ഭൂമിയോട് ചലിക്കാൻ പറഞ്ഞാൽ ഭൂമി ചലിക്കും. ഇവിടെയൊക്കെ ദൈവം പറയുന്നത് കേട്ടാണ് ഇന്നും പ്രപഞ്ചങ്ങൾ മുഴുവനും നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ നടക്കുന്ന മനുഷ്യനായ നാം ഒന്ന് തിരിച്ചറിയണം, സത്യദൈവമുണ്ട്. ആ കർത്താവിനെ അറിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആ കർത്താവിനെ പൂർണ്ണമായി അറിയണം. ഒരു രോഗത്തിന് വേണ്ടി കർത്താവിനെ അറിയല്ല ചെയ്യണം. ഒരു സാമ്പത്തിക ക്ലേശം വരുമ്പോഴല്ല നമ്മൾ കർത്താവിനെ അറിയണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ബന്ധുക്കളുമായിട്ടൊരു വിഷയം ഉണ്ടാകട്ടെ, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ മുറുകെ പിടിക്കണം. നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി ഞാൻ വരുമ്പോൾ നിങ്ങളെ ചേർത്തുകൊള്ളാം, അനേക വാസസ്ഥലങ്ങൾ ഞാൻ ഒരുക്കിയിട്ടു, ഞാൻ ഈ ഭൂമിയിലേക്ക് വരും, എന്നിൽ വിശ്വസിക്കുന്നതിനെ ചേർക്കും. കർത്താവിന്റെ ആ നിത്യഭവനത്തിൽ അവകാശിയായി തീരുമോ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായി. അപ്പൊ ഈ ലോകത്തിലെ ചെറിയ താൽക്കാലികമായ ഒരു ഭവനത്തിന് വേണ്ടിയോ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നഷ്ടമായി പോകുന്ന, അല്ലെങ്കിൽ ഒരു മഴ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാറ്റ് കൊണ്ടോ ഒക്കെ തകർന്നു പോകുന്നതിന് വേണ്ടി മാത്രം ഇതാ കർത്താവായി നമ്മുടെ പിതാവിനെ ഉൾക്കൊള്ളുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ നിത്യയുഗമായി ദൈവമായി അപ്പന്റെ ഭവനത്തിൽ ജീവിക്കും. ആ കർത്താവിനെ എന്ത് ചെയ്യും? മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഭാരങ്ങൾ വരും, ചെറിയ ചെറിയ വിഷയങ്ങൾ വരും, രോഗം വരും, ആ ഭവനമില്ലെങ്കിൽ ദൈവം അതൊക്കെ നമുക്ക് ഈ ഭൂമി തരും. കർത്താവ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ദൈവം നമുക്ക് തരും. അപ്പൊ നമ്മൾ ചോദിക്കും, വലിയ ധനവാന്മാർ ജീവിക്കുന്നുണ്ട്, ഞാൻ ലാലം പൗലോസായ എനിക്ക് ഈ ഭൂമിയിൽ എത്ര വർഷത്തോളം ജീവിക്കും? അപ്പൊ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ ഏത് നിലയിലാണോ കാണുന്നത്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്റെ വർക്ക്, ഞാനൊരു കരിങ്കൽ മേശരിയാണ്. അപ്പം എന്റെ കർത്താവ് എന്റെ പരിമിതിക്കുള്ളിൽ എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ജോലി, എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു സാമ്പത്തികം, എന്റെ കൊക്കിൽ എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ഭവനം, അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ഭാഗം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന അങ്ങനെ. മനുഷ്യൻ ചിന്തിക്കുന്നു എനിക്ക് വലിയ വാഹനം വേണം, വലിയൊരു വീട് വേണം, വലിയ വലിയ സാമ്പത്തികങ്ങൾ വേണം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ നാം മറന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് അനേക സാമ്പത്തികങ്ങൾ കടന്നു വരും, അനേക വാഹനങ്ങൾ കടന്നു വരും, നമ്മൾ എന്ത് ചെയ്യും? നാം നെഗളിച്ചു. അങ്ങനെയാണ് ശൗല് എന്ത് ചെയ്യുന്നത്? ശൗല് രാജാവാക്കി, ശൗല് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും. ശൗലിന്റെ വിളിയപ്പാറ്റിലും ഒക്കെ അപ്പുറം രാജാവായ എന്നുള്ളതായ ഒരു ബോധ്യം, ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തൊന്നുമില്ല, ഞാൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആ ദൈവത്തിന്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും ശൗല് മറന്നു. അങ്ങനെ ശൗല് ജീവിച്ചെങ്കിൽ ശൗലിൽ നിന്ന് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആ കൃപ മാറുപരടിയാണ്. അപ്പോഴും ശൗല് ചിന്തിക്കുന്നു, ഞാൻ യുദ്ധത്തിനിറങ്ങിയാൽ ജയിക്കും. എന്തുകൊണ്ട്? ദൈവ സാന്നിധ്യത്തിൽ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ, ദൈവത്തിന്റെ ആ സാന്നിധ്യം നമ്മുടെ മേലില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി അത് പരാജയത്തിലേക്ക് പോകും. ആ പരാജയത്തിലേക്ക് പോകുമ്പോൾ നാം ചിന്തിക്കണം, ദൈവസ്നേഹം എന്നിലുണ്ട്, ദൈവത്തിന്റെ കൃപ എന്റെ മേലുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം എന്റെ മേലുണ്ട്. അപ്പൊ നാം ചിന്തിപ്പാനിടയായി. അങ്ങനെ ശൗൽ അപ്പോഴും ചിന്തിച്ചു. ആ ശൗല് ചിന്തിക്കാതിരുമ്പോൾ ശൗൽ എന്നാണ് ചിന്തിച്ചത്? ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിന്റെ മേലെ അഭിഷേകം പകർന്നു. ദാവീദ് ഇറങ്ങിയ യുദ്ധസ്ഥലത്ത് ദാവീദ് എന്ത് ചെയ്തു? ജയിപ്പാനിടയായി തീർന്നു. ജയിച്ചപ്പോഴത്തേക്കും ശൗലിന് എന്തുണ്ടാവും? ദാവീദിനോട് ഒരു നീരസമുണ്ടായി. കാരണം ദാവീദ് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ചെയ്തത്. ദൈവകൃപ പ്രാപിച്ച് ഒരു മനുഷ്യൻ ഏത് കാര്യം ചെയ്താലും അതിന് വിജയം കണ്ടെത്തും, ഒരിക്കലും പരാജയത്തിലേക്ക് പോകത്തില്ല. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നാം ദൈവത്തെ മുൻനിർത്തുമ്പോൾ അതെന്ത് ചെയ്യും? വളരെ സാധ്യമാക്കുവാൻ ഇടയായി. അങ്ങനെ നാം ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അനേകര് ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ വയനാട് ഇവിടെ സംഭവം ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടത് സംഭവിച്ചു? അനേക ജീവിതങ്ങൾ പൊലിഞ്ഞു പോയി, അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു. അതെന്താണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനൊക്കെ മറുപടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഒക്കെ നാം മനസ്സിലാക്കണം, എന്തിനാണ് ഒരു കൂട്ടം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു? അവരെ അത്രയും പേരും അവരെ മരിച്ചു, അവർ ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടെങ്കിൽ ശേഷിച്ച ജനമാകുന്ന നമ്മെ ഈ ഭൂമിയിൽ ഇപ്പോഴും ദൈവം നമ്മെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്ന കാരണം ദൈവത്തോട് എന്ത് ചെയ്യണം? നമുക്കൊരവസരം തരിക. അവരുടെ ടൈം കഴിഞ്ഞ് ദൈവം അവരെ വേർതിരിച്ചു. നമ്മൾ പറയും അവര് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഭാരമുണ്ട്, നമ്മുടെ സഹോദരൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതേ പൊസിഷനുള്ളവർ ദൈവം എന്ത് ചെയ്തു? മാറ്റി നിർത്തി. അവരെ മാറ്റി നിർത്തുന്ന കാരണം എന്ത്? ഞാൻ ലാലം പൗലോസ് എന്ന ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ
ഉരുവാകണമെന്നും നരിമലക്കുന്ന് തങ്കമ്മയുടെ ഉദരത്തിൽ ഉരുവാകണമെന്നും ദൈവമാണ് ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ സന്നിധി നിന്നാണ് ആ ഒരു ഈ ജീവൻ, എന്റെ ജീവൻ ദൈവത്തിൽ നിന്നാണ് കടന്നു പോകുന്നത്. അപ്പം ആ ജീവൻ ദൈവത്തിന് മാത്രം മടക്കിയെടുക്കാൻ കഴിയും. ആ ജീവൻ മടക്കിയെടുത്തപ്പോൾ നമുക്ക് ആർക്കും ആ ജീവനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം അയച്ചു, ദൈവം എന്ത് ചെയ്തു? എടുക്കുവാനിടയായി തീർന്നു. അപ്പൊ നമുക്ക് ദൈവം തന്ന ഈ സമയം നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? കാരണം കർത്താവ് ഇത്രയും പ്രതിസന്ധി കടന്നു, ഒരു കൊറോണ കാലഘട്ടം കടന്നു, അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. വീണ്ടും എന്നെ ശേഷിപ്പിച്ചത് എന്ത്? എനിക്ക് ആയുസ് തന്ന എന്ത്? എനിക്ക് ജോലി തന്ന എന്ത്? എന്റെ കുടുംബമായി ഞാൻ ജീവിക്കാൻ എനിക്ക് എന്തിനാണ്? ആ ദൈവത്തിനോടുള്ള ആ സമത്വം മുറുകെ പിടി. കർത്താവ് തന്നത് എനിക്കൊരു ജീവിതം കൂടെ തന്നു, എന്റെ കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ ഒരവസരം. അത് കർത്താവാണ് എനിക്ക് തന്നതെന്ന് നാം ചിന്തിക്കുമോ, ദൈവം നമുക്കൊരവസരം തന്നു. അപ്പൊ ആ അവസരത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ ആരെയും നമുക്ക് വിധിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കൂട്ടുകാരോടാട്ടെ, നമ്മുടെ സഭയിലാട്ടെ, നമ്മുടെ ദേശത്താട്ടെ ഒക്കെ നമ്മൾ എന്തായിരിക്കണം? മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ വാക്ക് ഉപ്പിന് രുചി വരുന്നതായിരിക്കും. ഒരു പിന്മാറ്റക്കാരനുണ്ടാകട്ടെ, എങ്ങനെയാണ് പിന്മാറ്റക്കാരനുണ്ടാവുക? എനിക്ക് ദൈവത്തെ അറിയാത്തൊരു വ്യക്തി എങ്ങനെയാണെന്നില്ല, ഒരു ദിവസമെങ്കിലും ഒരാളോടെങ്കിലും യേശുവിനെ പറ്റി പറയണം. യേശുവിന്റെ സ്നേഹം, യേശു ആരാണ്, യേശുവിനെ അറിഞ്ഞാലുള്ളതായി ആ ജീവിതത്തിന്റെ സാഹചര്യം എന്താന്നൊക്കെ നാം എന്ത് ചെയ്യും? ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ പറയും. ആ പറയുമ്പോൾ നമ്മളോട് ചോദിക്കും യേശു ആരാ? അപ്പൊ യേശുവിനെ നാം അറിഞ്ഞതുപോലെ ആ ലോകരക്ഷിതാവാണ്. നമ്മുടെ പാപത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് നമ്മൾ ചേർത്തു. ദൈവം യേശു ഇവിടെ വന്നിട്ട് ആരെയാണ്? ധനവാന്മാരെ ആരെയും വീട്ടിൽ പോയി പാവികളുടെയും ചുങ്കക്കാരുടെയും പരീശന്മാരെ ഒക്കെ എന്ത് ചെയ്യും? അവിടെ ചേർത്ത്. ആ കുഷ്ഠരോഗികളുണ്ടായിരുന്നു, ദൈവം മാറോട് ചേർത്ത്, യേശു മാറോട് ചേർക്കുകയും. അപ്പൊ നമ്മളെ കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് തരുമ്പോൾ ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കും. നാം ഒരു ദൈവവൈതലായി മാറുമ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ പാപം മറ്റൊരാളെ സഹായിക്കുക, മറ്റൊരാളോട് എന്ത് ചെയ്യുക? അവന്റെ കഷ്ടത അവനെ എന്ത് ചെയ്യും? അവനെ ആശ്വാസ വാക്ക് പറഞ്ഞ് നമ്മളെ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കും. ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കും. അപ്പം ആ വ്യക്തി ചിന്തിക്കും, ഇവനിൽ ഒരു ദൈവമുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും അവന്റെ സ്നേഹം, ആ യേശുവിന്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോകപരമായി ജീവിച്ച എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു ദൈവമക്കൾ ആയി തീർന്നു ലോകത്തിലേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ നമ്മൾ യാത്ര ചെയ്യും, ഒരു പക്ഷേ ഒരു ജാതികനായിരിക്കും, ഒരു ഹിന്ദു ആചാരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തി ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ആ വ്യക്തിയെ ഒരു വാക്കുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ നമ്മൾ ആശ്വസിപ്പിക്കും. അതല്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനാണ് നമുക്ക് സാഹചര്യം, അല്ലെങ്കിൽ അവർ പോയി വാങ്ങിക്കാൻ കഴിയത്തില്ല. ഒരു ആശുപത്രിയിലായിക്കൊള്ളട്ടെ, ഒരു അനുഭവമാണ് പറഞ്ഞത്, ഒരു ആശുപത്രിയിലായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു പോകാൻ സാഹചര്യമില്ല നിൽക്കുന്ന സമയത്താണ് നാം എന്ത് ചെയ്യുക? ആ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊണ്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ യേശുവിനെ പരിചയപ്പെടും. അപ്പൊ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവര് ചിന്തിക്കും, ആ യേശുവിന്റെ സ്നേഹം പലരും പറഞ്ഞ് പല പരസ്യോഗങ്ങൾ ഒക്കെ ടൗണുകളിലൊക്കെ പരസ്യവും നടത്തും. യേശുവിന്റെ സ്നേഹത്തെ പറ്റി വിളിച്ചു പറയുമ്പോൾ ആ വ്യക്തിയുടെ മേൽ യേശുവിന്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഒരു ജാതികനായ എന്നെ അദ്ദേഹത്തിന് സഹായിക്കാൻ തോന്നി. അപ്പം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പൊ ആ യേശുവിനെ ഞാനും സ്വീകരിച്ച് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം. ആ മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകും. ഈ പ്രതിഫലം നമുക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ ഈ ലോകത്തിൽ നാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ദൈവം എന്ത് ചെയ്യും? പ്രതിഫലം തരും. നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലൊരു വിശ്വാസിയാണെന്നുള്ളതല്ല, ആ വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് വിശ്വാസ നിലയിലും നമ്മുടെ ഏതൊക്കെ കർത്താവ് ആരൊക്കെ ഏതെല്ലാം നിലയിൽ അവരെ സഹായിച്ചിട്ടുണ്ട് അതേപോലെ യേശു കാണിച്ച അതേ വഴി നമ്മളും ചെയ്യണം. ഒരാൾ വീണ് കിടക്കണം, യേശു പറയുന്നുണ്ട്, 2 ഉടുപ്പുള്ളവൻ എന്ത് ചെയ്യണം? ഒരു ഉടുപ്പില്ലാത്തവന് കൊടുക്കണം. ദൈവം തരുന്ന എല്ലാ നന്മകളും നമ്മൾ തന്നെ അനുഭവിക്കാനല്ല, നമുക്ക് ഇല്ലാത്ത ആ ഏതെങ്കിലും ഒരു വ്യക്തി, രോഗികളായിക്കൊള്ളട്ടെ, കഷ്ടത്തിലിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ഒരു നേരത്തെ ആഹാരത്തിന് വിശപ്പില്ലാതിരിക്കട്ടെ, അത് ജാതിയോ മതമോ ഒന്നും നോക്കണം. നാം അവരെ സമീപിച്ച് അവർക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നണം, ഇത് യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണ്. കാരണം യേശുവിന് മാത്രം ഇങ്ങനെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. ഒരു പാവിയാ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു പാപത്തിലേക്ക് പോകുന്ന ഒരുവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ ആ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ എന്നെ സമീപിക്കുവാനും എന്റെ പാപബോധത്തെ പറ്റി പറഞ്ഞു തരുവാനും കഴിയത്തുള്ളൂ എന്ന് ഒരുവന്റെ ഉള്ളിൽ അത് തോന്നും. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കും, നമ്മുടെ സംസാരം കൊണ്ടായിരിക്കും, നമ്മുടെ രീതി കൊണ്ടായിരിക്കും, നമ്മുടെ സമൂഹത്തിന് മുമ്പ്
കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കാലം മുതൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കും. ഒരു ദൈവവൈദ്യരാണ്. വിശുദ്ധ ഞായറാഴ്ച ആണെങ്കിൽ ആലയത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമ്മൾ കടന്നു പോകും. ഒരു ഭവന പ്രാർത്ഥന ഉണ്ടാകട്ടെ, ഒരു വെട മീറ്റിംഗ് ഉണ്ടാകട്ടെ, ഒരു കൺവെൻഷൻ നടക്കട്ടെ, ഒരു പരസ്യവും നടക്കട്ടെ, അവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ലോകം നമ്മെ ഉറ്റുനോക്കും. ലോകം ഉറ്റുനോക്കുമ്പോൾ നാം ഒരു ദൈവ പൈതലാണെന്ന് ലോകത്തിന് എന്ത് ചെയ്യും? ബോധ്യമുണ്ടാകണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരാളെ സമീപിക്കുമ്പോൾ അവരെന്ത് ചെയ്യത്തില്ല? നമ്മൾ പണ്ട് കാലങ്ങളിൽ പരിശോധമാകട്ടെ, ഭവനത്തിലേക്ക് സന്ദർശനമാകട്ടെ, ലഘുലേഖയായിട്ട് കടന്നു പോകുമ്പോഴൊക്കെ അനേകർ നമ്മളെ നിന്ദിക്കാറുണ്ട്. എന്നാൽ അതിലൊക്കെ വെട്ടിച്ചുരുക്കി ഒരുപാട് ആ കാലങ്ങൾ മാറി. ഇപ്പൊ ഒരു പരസ്യവും നടത്തിയാലോ ആരും നമ്മൾ വന്ന് തടയത്തില്ല. തടയുന്ന ദേശങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? നമ്മുടെ സംസാരം ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ, സമൂഹത്തിലേക്ക് മാറ്റം വരുമ്പോൾ ഒക്കെ അവിടെ അവർക്ക് വന്ന് നമ്മളെ തടയുവാനോ നമ്മളെ മറുത്തു പറയാനോ കഴിയത്തില്ല. കാരണം അവരൊക്കെ അറിയാം, അവർ സത്യ യേശുവിനെയാണ് അവർ വിളിച്ചു പറയുന്നത്. സ്നേഹിക്കുന്ന ഒരു യേശുവിനെയാണ് വിളിച്ചു പറയുന്നത്. സഹായിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് അവർ വിളിച്ചു പറയുന്നത്. രോഗത്തിൽ നിന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും സ്ഥലത്ത് ദൈവമക്കൾ ഒരുമിച്ച് കൂടി ആ വിഷം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു യേശുവിനെയാണ് അവരെന്ത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ലോകം എന്ത് ചെയ്യുക? വിലയിരുത്തും. നമ്മുടെ സമൂഹം, നമ്മുടെ അയലോകത്താണ് ഒരു ദൈവവൈദ്യരാണെങ്കിൽ നമ്മൾ കർത്താവ് യേശുവിനെ വിശ്വസിച്ചെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു സഹോദരനുമായി ഒന്നും എന്ത് ചെയ്യും? നമ്മളൊരു വാക്ക് കൊണ്ടുപോലും നമ്മുടെ വാക്ക് ആ സഹോദരന് അനുകൂലമായിരിക്കും. അവർക്ക് ഒരു ദോഷം വരെ നീ സംസാരിക്കാൻ പാടില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തി ആ കർത്താവിൽ ആശ്രയിച്ച ഒരു നാളും ദൈവം നമ്മെ കൈവിടത്തി. ഞാൻ പറഞ്ഞു വന്ന പോലെ രോഗസൗഖ്യമുള്ള ഇന്ന് അനേക രോഗസൗഖ്യത്തിന് വേണ്ടി അനേകര് ഇന്ന് നടക്കുന്നു. ആ വ്യക്തിയുടെ നമ്മുടെ രോഗസൗഖ്യമല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം നിത്യതയാണ്. ആ നിത്യത കൈവിട്ടു പോയ ഈ ലോകത്ത് നാം പ്രാപിക്കുന്ന രോഗസൗഖ്യം, നമ്മൾ ദാനിക്കുന്ന ദാനങ്ങളും നമ്മുടെ ഭവനങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഇവിടെ തീർന്നു പോകാത്ത ഒരു രാജ്യമുണ്ട്. അത് നിത്യരാജ്യമാണ്. അത് കർത്താവുമായിട്ടുള്ള യുഗായുഗമായ ഒരു വാസമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ എടുക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു രോഗസൗഖ്യം കിട്ടുന്നതായിരിക്കാം വലുത്, ഒരു ഭവനമില്ലായിരിക്കും അതായിരിക്കാം വലുത്. അതല്ല, നാം ദൈവത്തെ ആ നിത്യഭവനത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കും. നമ്മുടെ അപ്പനുമായിട്ടുള്ള ആവാസം, നമ്മുടെ പിതാവുമായി, ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഈ ലോക സന്തോഷം. ഈ ലോക സന്തോഷത്തെക്കാട്ടിലും അപ്പുറമാണ് യുഗായുഗം തൻ്റെ കാന്തനുമായുള്ള വാസം. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിലെ സമാധാനം, നമ്മുടെ ജീവിത സന്തോഷം, ഒന്നിച്ചുള്ളതായ ജീവിതം, അപ്പനുമായി അനേക ദൈവമക്കൾ ആയിട്ടുള്ള ജീവിതം. അപ്പൊ നമ്മുടെ ഭവനത്തെ, കൊച്ചു ഭവനത്തിലെ സന്തോഷം പോലെ തന്നെ നിത്യഭവൻ, അവിടെ കഷ്ടതയില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, വെടിവെറുപ്പില്ല, രോഗങ്ങളില്ലാത്ത ഒരു രാജ്യം നാം യുഗായുഗം കർത്താവായി ജീവിക്കും. അതിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്, അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പൊ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ എന്ത് ചെയ്യണം? വസിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം. ഈ ഭാഗ്യത്തെ എന്നെ കേൾക്കുന്ന ആരോഗ്യ ടിവിയിൽ കൂടെ കേൾക്കുന്ന ദർശകരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യും? മുറുകെ പിടിക്കും. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അനേക അനുഭവങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ അതിനൊക്കെ വേർതിരിച്ചു നിർത്തിയ ആ ദൈവത്തിന്റെ ഒരു മഹാസ്നേഹം. ആ സ്നേഹത്തിൽ നാം നിൽക്കും. ഏതൊരു കാര്യങ്ങളുണ്ടായി നമ്മുടെ അപ്പനോട് പറയും. ലോകമനുഷ്യർ, ലോകത്തിലെ നമ്മുടെ ഉറ്റവരും ഉടയവരും, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ അവർക്കൊരു പരിമിതിയുണ്ട്. നമ്മളെ സഹായിക്കും. നമ്മൾ അവരെ ആരെയും കുറ്റം പറയരുത്, അവരാരെയും നമ്മൾ പഴിക്കരുത്. അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ, അളവ് കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നമ്മുടെ പിതാവിനോട് നാം പറയും, നമ്മുടെ അഭിഷേകത്തിന്റെ ദൈവം നമുക്ക് മാറ്റം വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഒറ്റ വാക്കുള്ളൂ, നമ്മുടെ അപ്പനെ പൂർണ്ണമായി വിശ്വസിക്കും. ആരോമ ടി വി എനിക്ക് വേണ്ടി അവസരം ഒരുക്കി തന്നു. ദേവദാസരോടും ആരോമ ടി വിയോടുള്ളതായ വിശ്വാസമുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ലാലൻ ബ്രദറിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഈ സമയം വേർതിരിച്ചതിന് പ്രിയ ബ്രദറിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം കൊടുത്ത
അത്ഭുതകരമായ വിടുതലും ദൈവിക ഇടപെടലും ഹൃദയത്തെ സ്വാധീനിക്കുവാനിടയായി തീർന്ന കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനിടയായി തീർന്നല്ലോ. അത് കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലാലൻ ബ്രദർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വാക്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവ്, ഈ പകൽ കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവത്തിന് മുമ്പാകെ സാക്ഷ്യം തരുവാൻ ദൈവം സഹായിച്ചു. അടിയന്റെ വാക്കുകൊണ്ട് കർത്താവ് കേൾക്കുന്നതായ ആ വാക്ക് അത് അനേക ജീവിതങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തി ജീവിതത്തോടും ദൈവം ഇടപെടുമാറാണ്. ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ട് അറിയാതെയെങ്കിലും ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിപ്പാൻ അവിടെ ജീവിതത്തിൽ കർത്താവ് ഒരു രൂപാന്തരം വരുത്തുവാൻ കർത്താവിനെ സഹായിക്കണം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകും. ഓരോ ജീവിതത്തിലും ഓരോ അനുഭവ സാക്ഷികൾ, നീ അനേക സാക്ഷികൾ ഞങ്ങൾ കേൾക്കും. സ്വർഗമിടയാക്കണം. ദൈവം ചെയ്ത അത്ഭുതം, ദൈവം ചെയ്ത വിടുതൽ, കർത്താവിന്റെ കരുതലുകളൊക്കെ അനേക സാക്ഷികൾ കേൾക്കും. സ്വർഗമിടയാക്കണം. ഈ വാക്കുകൾ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ ലാലൻ ബ്രദറിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com